ഹലോ എവരി വൺ. ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് എന്റെ സുഹൃത്തും സഹപാഠിയായ ദിലീപാണ്. അപ്പോ ദിലീപ് ഇപ്പം ഖലീഫ യൂണിവേഴ്സിറ്റിയിലെ UAE ഫേമസ് യൂണിവേഴ്സിറ്റിയാണ്. വേൾഡിൽ തന്നെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പൊ അവിടെ PhD ചെയ്യാണ്. അപ്പം നമുക്ക് അവന്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോ ഇങ്ങനെ ഒരു കോൾ അറേഞ്ച് ചെയ്തത്. അപ്പൊ നമുക്ക് കാര്യങ്ങളൊക്കെ അവനോട് ചോദിക്കാം, എന്തൊക്കെയാണ് അവന്റെ എക്സ്പീരിയൻസ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒരു കാഷ്വൽ ടോക്ക് ആയിരിക്കും ഇത്. ഞങ്ങൾ ഫ്രണ്ട്സ് ആയതുകൊണ്ട് ആ ഒരു രീതിയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ദിലീപേ, നിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞാൽ മതി. നീ എവിടുന്നാണ് ബിടെക് കഴിഞ്ഞത്, അത് കഴിഞ്ഞിട്ട് MTech എവിടുന്ന് ചെയ്തു, അങ്ങനെയൊക്കെ. ഓക്കെ, ഞാൻ 2014-18 ബാച്ചാണ് LBS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കാസർഗോഡ്. അവിടെ നിന്നാണ് ബിടെക് കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഒരു വർഷം ഗേറ്റ് കോച്ചിങ്ങിന് പോയി. എന്നിട്ട് NIT കാലിക്കറ്റിൽ MTechന് ചേർന്നു. നമ്മളെ മെറ്റീരിയൽ സയൻസ് അതെ, ഞങ്ങൾ ഒരുമിച്ചായിരുന്നു മെറ്റീരിയൽ സയൻസ്. അതിൽ MTech കഴിഞ്ഞു. MTech കഴിഞ്ഞിട്ട് ഞാൻ അറൗണ്ട് ഒരു വർഷം LBS തന്നെ, അതായത് ബിടെക് പഠിച്ച കോളേജിൽ തന്നെ ഒരു അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തു. ആ ടൈമിൽ ഞാൻ PhDക്ക് അപ്ലൈ ചെയ്തു. അങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എനിക്ക് 2 സ്ഥലത്ത് കിട്ടി. ഒന്ന് US കിട്ടി, US നോർത്ത് കാരോലിന സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, പിന്നെ അതുപോലെ തന്നെ അബുദാബിയിൽ ഖലീഫ യൂണിവേഴ്സിറ്റി, ഇവിടെയും കിട്ടി. അപ്പോൾ ഞാൻ QS റാങ്കിങ് നോക്കിയിട്ടാകുമ്പോൾ ഈ യൂണിവേഴ്സിറ്റിക്ക് അറൗണ്ട് അന്ന് 181 റാങ്ക് ഉണ്ടായിരുന്നു QSൽ. സോ അങ്ങനെ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് വരികയാണ് ചെയ്തത്. ഇപ്പോൾ ഈ വർഷത്തെ പുതിയ QS റാങ്കിങ് പ്രകാരം അതിന് അറൗണ്ട് 177 ആണ് റാങ്കിങ് ഉള്ളത്. പിന്നെ അത് UAE ആണ്, അബുദാബിയാണ്, നമ്മുടെ അടുത്താണുള്ളത്. അറൗണ്ട് ഒരു 4 hour ഫ്ലൈറ്റ്, അത്ര മാത്രമേ ഉള്ളൂ. അതായത് ഇപ്പൊ നമുക്ക് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം പോകുന്ന അതേ ടൈമും ഉണ്ട്, ട്രെയിനിൽ പോകുന്ന അതേ ടൈമും ഉണ്ട്, അല്ലെങ്കിൽ അതിനേക്കാളും വേഗത്തിൽ നമുക്ക് നാട്ടിലേക്ക് എത്താൻ പറ്റും. അത് ശരിയാ. ഇപ്പൊ ഞാനൊക്കെ ഏകദേശം ഒരു 12 മണിക്കൂറൊക്കെ ട്രാവൽ ചെയ്യണം. അതിനിടയിൽ ഇപ്പോൾ ഓവർ ഉണ്ടെങ്കിൽ അതിലധികവും. നിനക്ക് സുഖ, ശരിയാ. ദിലീപിനൊക്കെ ഭയങ്കര സുഖമാണ്. പിന്നെ ഇവിടെ PhD ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പൊ കൂടുതൽ ആൾക്കാർ യൂണിവേഴ്സിറ്റിയെ പറ്റി അറിയാൻ തുടങ്ങിയിട്ടുണ്ട്. അത് കാരണം ഇപ്പോൾ ഒരുപാട് അപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. ഈ അടുത്തൊരു വർഷം അറൗണ്ട് മോർ ദാൻ 10,000 അപ്ലിക്കേഷൻസ് PhDക്ക് വന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ അവര് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം മുതലോ മറ്റാണെന്ന് തോന്നുന്നു അറൗണ്ട് 200 AED ഇവര് എന്താ പറയാ അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വെച്ചിട്ടുണ്ട്. മുമ്പ് അപ്ലിക്കേഷൻ ഫീ ഇല്ലായിരുന്നു. ശരിയാ, നമ്മൾ ഒരുമിച്ച് ആ ഒരു സമയത്ത് അപ്ലൈ ചെയ്ത സമയത്ത് ഫ്രീ ആയിരുന്നല്ലോ. ഞാൻ തന്നെ 3 പ്രാവശ്യമൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് കിട്ടിയില്ല. ഞാൻ ഒറ്റ പ്രാവശ്യം ഞാൻ ഫസ്റ്റ് പ്രാവശ്യം അപ്ലൈ ചെയ്തു, എന്നോട് പറഞ്ഞു GRE ഇല്ലാത്തത് കൊണ്ട് തരാൻ പറ്റൂലെന്ന്. അപ്പൊ നമ്മൾ ഒരുമിച്ചല്ലേ GRE പോയി ചെയ്തത്, ഓർമ്മല്ലേ? അതെ അതെ ഞാൻ ജസ്റ്റ് അവര് പറയുന്ന കട്ട് ഓഫ് ക്ലിയർ ആയി, പക്ഷെ എന്നാലും അഡ്മിഷൻ കിട്ടിയില്ല എനിക്ക്. പിന്നെ എന്നിട്ട് ഞാൻ വീണ്ടും അടുത്ത സെമസ്റ്ററിൽ ഞാൻ അപ്ലൈ ചെയ്തു, അതും കിട്ടിയില്ല. എന്നെ ഫസ്റ്റില് GRE എന്നെ വിളിക്കുന്നതിന് മുമ്പ്, GRE എന്നോട് ചോദിക്കുന്നതിന് മുമ്പ് എന്റെ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നിട്ടും ഞാൻ ഫെയിലായി. ഇതെങ്ങനെയുണ്ടായി, ഇന്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു? ഇന്റർവ്യൂ പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല. പക്ഷെ എന്താ പറയാ, നമ്മള് ഒരു 10 minutes പ്രസന്റേഷൻ ഉണ്ടായിരുന്നു. അറൗണ്ട് ഒരു 10-15 സ്ലൈഡ് വെച്ചിട്ട് നമ്മള് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മള് എന്തുകൊണ്ടാണ് ഈ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്തത്, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു 10 minutes പ്രസന്റേഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ ക്വസ്റ്റ്യൻ ചോദിക്കും. അതിൽ നിന്ന്, അതായത് നമ്മൾ എന്താണോ പ്രസന്റ് ചെയ്തത് അതിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻ മെയിൻ ആയിട്ട് വരിക. അപ്പോൾ പ്രസന്റേഷനിൽ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ മാത്രം വെച്ചാൽ മതി. അല്ലെങ്കിൽ എന്താ പറയാ, അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഫ്രണ്ട്, അവൻ എയറോസ്പേസിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു PhDക്ക് വേണ്ടിയിട്ട്. ആ ടൈമിൽ അവൻ പ്രസന്റ് ചെയ്യുമ്പോൾ അവൻ എന്തൊക്കെയോ ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് സ്ലൈഡിൽ കുറെ കാര്യങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിലെ പ്രൊഫസേഴ്സ് അതിനെപ്പറ്റി ചോദിച്ചിട്ടാകുമ്പോൾ അവനെ ആൻസർ പറയാൻ പറ്റിയില്ല. എന്നിട്ട് അവരവനെ റിജക്ട് ചെയ്യാണ് ഉണ്ടായത്. അപ്പോൾ നമ്മൾ എന്താണോ പ്രസന്റ് ചെയ്യുന്നത് അതിനെ പറ്റി ഏകദേശം മൊത്തത്തിൽ നമുക്ക് ഒരു ധാരണ ഉണ്ടായിരിക്കണം. അതാണ് മെയിനായിട്ട് ഇന്റർവ്യൂവിൽ പറയാനുള്ളത്. ശരിയാ, ഞാനിട്ട് IIT മദ്രാസിന്റെ ഇന്റർവ്യൂവിന് ചേർന്ന പോലെ ആയിരുന്നേ. നിനക്ക് എന്തൊക്കെ അറിയാം? ഞാൻ പറഞ്ഞു എനിക്ക് അതറിയാം ഇതറിയാന്ന് പറഞ്ഞിട്ട്. അതിനെക്കുറിച്ച് ഓരോ ചോദ്യം ചോദിക്കുമ്പോഴും എനിക്ക് ഒന്നും പറയാനാകുന്നില്ല. ആ ഒരു അവസ്ഥയായിരുന്നു. അല്ല, ഞാൻ IIT ഇന്റർവ്യൂവിൽ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കുക. പക്ഷെ എന്റെ അമ്മോ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ കുറച്ചും കൂടി എന്താ പറയാ, നമ്മൾ എന്താണ് പ്രസന്റ് ചെയ്തത് അതാണ് ചോദിക്കുക. അതായത് ശരിയാ, നമുക്ക് അറിയുന്ന കാര്യങ്ങളെ അവർ ചോദിക്കുള്ളൂ. യെസ്, അതാണ്. നമ്മൾ സോ ഓവറായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അത് പണിയാവും. പിന്നെ ഇപ്രാവശ്യം കഴിഞ്ഞ 2 വർഷം ആയിട്ട് ഇവിടുത്തെ സ്കോളർഷിപ്പ് നമ്മുടെ നന്നായിട്ട് കൂട്ടിയിട്ടുണ്ട്. ഓ. ഒരു ടയർ സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പഴയ സ്കോളർഷിപ്പിലാണുള്ളത്. പക്ഷെ പുതിയ സ്കോളർഷിപ്പ് പ്രകാരം 4 ടയറായിട്ട് അവർ തിരിച്ചിട്ടുണ്ട്. ടയർ 1 അവര്
20,000 പ്ലസ് ഒരു എക്സ്ട്രാ അഡീഷണൽ 20,000 കൂടി എയ്ഡിയും കൂടി പെർ ഈ മന്ത് ആയിട്ട് കൊടുക്കും. 20,000 പെർ മന്തോ? അപ്പൊ ഏകദേശം നമ്മുടെ ഇന്ത്യൻ എമൗണ്ട് എത്ര വരും ഏകദേശം? 4 ലക്ഷം രൂപ വരും. 4-4.5 ലക്ഷം PhD പിന്നെ പഠിക്കാനും അതിൻ്റെ വേണ്ടിയിട്ട്. എക്സ്ട്രാ ആണ്, അതായത് ടയർ 1 അത് എന്തോ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട് അവർ കൊടുക്കുന്നുണ്ട് പറയുന്നുണ്ടായിരുന്നു. ഓക്കെ. ട്യൂഷൻ ഫീ കാര്യങ്ങളൊന്നുമില്ല. ടയർ 2-ലാണെങ്കിൽ 20,000 പ്ലസ് 10,000. ആ 20,000 ഫിക്സ്ഡ് ആണ്. അപ്പോൾ 10,000 അതിൽ വേരി. അത് അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല, പക്ഷേ 20,000 എന്തായാലും കിട്ടും. പിന്നെ 10,000 അതിൽ അത് വേരിയബിൾ ആണ്. അതാണ് ടയർ 2-നുള്ളത്. ടയർ 3 ആണെങ്കിൽ 20,000 ആണ്, പക്ഷെ അതിൽ 25% ട്യൂഷൻ ഫീ ഉണ്ട്. പക്ഷെ എന്നാൽ തന്നെ ഏകദേശം ഒരു 17,000 സംതിങ് കിട്ടും. അറൗണ്ട് നാട്ടിലൊരു 3.5 ലക്ഷം രൂപയുടെ അടുത്ത് കിട്ടും. അത് പെർ ധാരാളം. മന്ത്. പിന്നാണ് പക്ഷെ അബുദാബി ആയതുകൊണ്ട് നമുക്ക് ചെലവും കുറവാണല്ലോ അല്ലേ? ചെലവും കുറവാണ്. വലിയ എക്സ്പെൻസും കാര്യങ്ങളൊന്നുമില്ല. അത് എനിക്ക് തോന്നുന്നു ഇവിടെ നാട്ടിൽ അതേ പൈസക്ക് ഏകദേശം ഫുഡ് കിട്ടും. നമ്മുടെ കേരള മെസ് ഉണ്ടല്ലോ, അവിടെ കേരള സ്റ്റൈൽ മെസ്സും കാര്യങ്ങളൊക്കെ. ഇല്ല ഇന്ത്യൻ മെസ്സും സ്റ്റൈൽ. കാര്യങ്ങളൊന്നുമില്ല. യൂണിവേഴ്സിറ്റിയിൽ മെസ് ഉണ്ടാവില്ല, കാരണം ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആണുള്ളത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഫുഡാണ് വേണ്ടത്. പക്ഷെ ഇവിടെ മൊത്തം കേരള ഹോട്ടലാണ്. ഓക്കെ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 30% പോപ്പുലേഷൻ ഇന്ത്യക്കാരാണെന്ന് തോന്നുന്നു. അതിൽ തന്നെ അബുദാബി ദുബായ് ഏകദേശം ഇങ്ങനെയാണല്ലോ അല്ലേ? സോ എന്താ പറയാ, ഒരു ചിൽ ലൈഫാണ്. എന്താ തോന്നുന്നു അവിടെ ജോയിൻ ചെയ്യാൻ എന്താ ക്രൈറ്റീരിയ എന്താ വേണ്ടതെന്ന്? ക്രൈറ്റീരിയ എന്താ സാധാരണ എല്ലായിടത്തും ജോയിൻ ചെയ്യുന്ന പോലെ CGPA ഒരു എബോ ഒരു 8.5 9 ഒക്കെ ഉണ്ടെങ്കിലാണ് അഡ്മിഷൻ കിട്ടുക. എനിക്കതാ കിട്ടാഞ്ഞത്. എനിക്ക് മനസ്സിലായി. അഡ്മിഷൻ കിട്ടുക. പിന്നെ GRE സ്കോർ അവർ ഓപ്ഷണൽ ആക്കിയിട്ടുണ്ട്, പക്ഷെ സ്കോർ ഉള്ളത് ബെറ്റർ ആണ്. പിന്നെ ആ ഒരു IELTS സമയത്ത് 150 എങ്ങാനും പറയുന്നുണ്ടായിരുന്നല്ലോ. 150 എന്തായാലും 150 ആണ് വേണം. എപ്പോഴും പറയുന്നത്. 150 തന്നെയാണ് എപ്പോഴും പറയുന്നത്. പക്ഷെ ഒരു 165 160 ഒക്കെ ഉണ്ടെങ്കിൽ ബെറ്റർ ആണ്. കാരണം ശരിയാ. ഞാൻ പറഞ്ഞു, കോമ്പറ്റീഷൻ കുറെ കൂടുതലാണ്. അപ്പോൾ അവര് ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡൻസിനെ മാത്രമല്ലേ എടുക്കുള്ളൂ. സോ അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പൊ GRE വേണം. IELTS അറൗണ്ട് 6.5 ആണ് ഇവർ പറയുന്നത്. ഒരു 7.5 ഒക്കെ ഉണ്ടെങ്കിൽ ബെറ്റർ ആണ്. പിന്നെ ഉള്ളത് പബ്ലിക്കേഷൻ ആണ്. പബ്ലിക്കേഷൻ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം അവർ ഇന്റർവ്യൂവിന് ആകെ വിളിച്ചത് പേപ്പർ, അതായത് പബ്ലിക്കേഷൻ ഉള്ള ആൾക്കാരെ മാത്രമേ അവർ ഇന്റർവ്യൂവിന് വിളിച്ചിട്ടുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം മറ്റും പറയുന്നുണ്ടായിരുന്നു. എൻ്റെ ഒരു പ്രൊഫസർ പറഞ്ഞാണ്. കൂടുതൽ ഡീറ്റെയിൽസ് എനിക്കറിയില്ല, പക്ഷെ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പബ്ലിക്കേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുമ്പോൾ അവർ 2 റെഫറൻസ് ലെറ്റർ ചോദിക്കും. അപ്പോൾ നമ്മുടെ മുമ്പ് പഠിച്ച ആൾക്കാരുടെ നിന്ന് വാങ്ങിയിട്ട് അപ്ലോഡ് ചെയ്യുക. പിന്നെന്താ, എനിക്ക് തോന്നുന്നു അവർക്ക് ഇമെയിലാണ് പോകുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ പ്രൊഫസർ ഫില്ല് ചെയ്യണമല്ലോ. എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഒരു റിസർച്ച് പ്രപ്പോസൽ അവർ ചോദിക്കും. അപ്പോൾ ഒരു റിസർച്ച് പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്യാം. പിന്നെ കവർ ലെറ്റർ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ സാധാരണ നമ്മൾ PhD അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെയാണുള്ളത് അതൊക്കെ ആവശ്യമാണ്. അതായത് ഓൺലൈൻ പോർട്ടൽ വഴിയാണ് അപ്ലൈ ചെയ്യുന്നത്. അത് എനിക്ക് തോന്നുന്നു ഈ 2026 ജനുവരിയിലേക്കുള്ള അപ്ലിക്കേഷൻ പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്നലെ മുതലോ മിനിഞ്ഞാന്ന് മുതലോ മറ്റോ അത് ഓപ്പൺ ആയിട്ടുണ്ട്. എത്ര ഇൻടേക്ക് ഉള്ളത്? 2 ഇൻടേക്ക് അല്ലേ? 2 ഇൻടേക്ക്, ഒന്ന് സ്പ്രിങ് പിന്നെ ഫാൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു മാസം 1.5 മാസം അത് ഓപ്പൺ ആയിട്ടുണ്ടാവും. അപ്പോൾ അതിനുള്ളിൽ അപ്ലൈ ചെയ്യുന്നവർക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റിയ സമയമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തിട്ട് അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് അവർ ഇന്റർവ്യൂവിന് വിളിക്കും. എന്നിട്ട് ഇന്റർവ്യൂവിൽ അവർ മെയിനായിട്ട് ചെക്ക് ചെയ്യുന്നത് നമ്മുടെ നോളജ്, പിന്നെ നമ്മുടെ കോൺഫിഡൻസ്. അതായത് ഇപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ഒരു കോൺഫിഡൻസ് ഇല്ലാതെ പോയിട്ട് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യമില്ല. നമുക്ക് ഉത്തരം ഒന്നും അറിയില്ലെങ്കിലും ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് പോയിട്ട് പറയാം. ശരിയാ. നമ്മുടെ ഫീൽഡിലുള്ള ആൾക്കാർ തന്നെ ആയിരിക്കണം ഇന്റർവ്യൂവിൽ നിന്ന് നിർബന്ധമല്ല തോന്നുന്നു അല്ലേ? അല്ല, നമ്മുടെ ഫീൽഡിലുള്ള ആൾക്കാർ തന്നെ ആയിരിക്കും. പക്ഷെ അവർക്ക് എന്താ പറയാ, അവർക്ക് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് എന്നോട് പ്രൊഫസർ പറഞ്ഞാണ്. സോ അപ്പോൾ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് അവർക്ക് ഒരു ഷീറ്റ് കൊടുക്കും. ആ ഷീറ്റിൽ അവർ ഓരോന്നിനും മാർക്ക് ചെയ്യണം. അതായത് കോൺഫിഡൻസിന് മാർക്ക് ചെയ്യണം, ആൻസർ പറയുന്നതിന് ആ കേപ്പബിലിറ്റിക്ക് അതിന് മാർക്ക് ചെയ്യണം, പിന്നെ പ്രസന്റേഷന് മാർക്ക് ചെയ്യണം, പിന്നെ സ്ലൈഡ്സിന് മാർക്ക് ചെയ്യണം. ഇങ്ങനെ ഓരോന്നിനും മാർക്ക് ചെയ്യണം. ഇതൊക്കെ ആയിട്ട് അവർ കൊടുക്കും. പിന്നെ ബാക്കിയുള്ള യൂണിവേഴ്സിറ്റിയിലെ പോലെ പ്രൊഫസറിന് മെയിൽ അയച്ചിട്ട് അതിന്റെ ആവശ്യമില്ല. കാരണം ഇത് അഡ്മിഷൻ മൊത്തം വരുന്നത് അഡ്മിഷൻ കമ്മിറ്റി മുഖേനയാണ്. അപ്പോൾ പ്രൊഫസറിന് മെയിൽ അയച്ചിട്ട് പ്രൊഫസറിന് ഇപ്പോൾ എടുക്കാന്ന് പറഞ്ഞപ്പോലും അഡ്മിഷൻ കമ്മിറ്റിയെ സമ്മതിക്കണം എന്നില്ല. അപ്പോൾ പ്രൊഫസറിനെ മുൻകൂട്ടി നമ്മൾ കോൺടാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഓൺലൈൻ പോർട്ടലിൽ പോയിട്ട് അപ്ലൈ ചെയ്യാം. അതാണ്. പിന്നെ ഇവര് നമ്മള്
മാസ്റ്റേഴ്സ് പഠിച്ച QS റാങ്കിങ് കൂടി നോക്കുന്നുണ്ട് യൂണിവേഴ്സിറ്റിയുടെ. നമുക്ക് QS റാങ്കിങ് ഉണ്ടായിരുന്നു NIT കാലിക്കറ്റിന്. NIT QS റാങ്കിങ് ഇല്ല, QS റാങ്കിങ് പക്ഷെ ഇല്ലല്ലോ. ഇല്ല, ആ ടൈമിൽ നോക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അവർ നോക്കാൻ തുടങ്ങി, കാരണം ഇത്രയും ആപ്ലിക്കേഷൻസ് വരികയുള്ളേ. ഓ അപ്പോ യെസ്. അവര് എന്തെങ്കിലും ക്രൈറ്റീരിയ വേണമല്ലോ ഷോർട്ട് ലിസ്റ്റ്. നമ്മുടെ ഇന്ത്യയിലെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ QS റാങ്കിങ്ങിൽ വരുന്നുണ്ടോ? ഏതെങ്കിലും IIT ഐസറോ? ഇന്ത്യയിൽ IITs ഒക്കെ ISM വരുന്നുണ്ട്, ബാംഗ്ലൂർ ഉണ്ട് തോന്നുന്നല്ലേ? IISc ഉണ്ട്, IIT ഒക്കെ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ QS റാങ്കിങ്ങിൽ IIT ഡൽഹിയാണ് ഫസ്റ്റ്, IIT ബോംബെ സെക്കൻഡ്. ഏകദേശം എന്നെനിക്ക് എത്ര തോന്നുന്നു. വരുന്നത്? അതൊക്കെ 800ഓ അങ്ങനെ എന്തോ അല്ലേ? അല്ലല്ല, 800 ഒന്നുമില്ല. IIT അതിലും IIT മദ്രാസിന്, IIT മദ്രാസ് അല്ല, ആ, IIT ഡൽഹി എനിക്ക് തോന്നുന്നു 129 128. ആണോ? ഓ ഓക്കെ. IIT ബോംബെ അറൗണ്ട് 140 150 ആ റേഞ്ചിൽ വരുന്നുണ്ട്. ആ. കാരണം ഇവരെ മെയിൻ ആയിട്ട് നോക്കുന്നത്, ഉം. QS റാങ്കിൽ മെയിൻ ആയിട്ട് ഇന്റർനാഷണൽ കൊളാബറേഷൻസ് ഇവരെ നോക്കുന്നുണ്ട്. ഉം. നമ്മുടെ IITs ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. ഓ സോ അതുകൊണ്ട് ശരിയാ. പക്ഷേ IITസിനൊക്കെ കൊളാബറേഷൻസ് വരുന്നുണ്ടല്ലോ ഒരുപാട്. പിന്നെ ഇപ്പോൾ IIT ഡൽഹിയുടെ ഒരു ക്യാമ്പസ് അബുദാബിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ യൂണിവേഴ്സിറ്റി അടുത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ. ഒരു 7 വർഷം 2 വർഷം മുമ്പ് മറ്റേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് കാരണം എനിക്ക് തോന്നുന്നു ഇന്റർനാഷണൽ കൊളാബറേഷൻസ് കൂടിയിട്ടാകുമ്പോൾ IIT ഡൽഹി ആദ്യം വന്നു എന്ന് എനിക്ക് തോന്നുന്നത്. അതിനു മുമ്പ് IIT ബോംബെ ആയിരുന്നു ഫസ്റ്റ്. അതെ. സോ അങ്ങനെ എനിക്ക് തോന്നുന്നു. അപ്പോൾ QS ഉം. റാങ്കിങ് ഇവിടെ നോക്കുന്നുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇവിടുത്തെ PhD വർക്ക് കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, PhDയുടെ സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമേരിക്കൻ സ്റ്റൈലാണ് ഫോളോ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം 8 കോഴ്സ് ഉണ്ട്. ഫസ്റ്റ് ഇയർ ആണോ അത്? ഫസ്റ്റ് ഇയർ അല്ല, മൊത്തം 4 വർഷത്തിൽ 8 കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഓരോ കോഴ്സിനും ഒരു പ്രത്യേക എന്താ പറയുക, ഒരു ഗ്രേഡ് മിനിമം വാങ്ങണം. ഒരു CGPA മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ പ്രശ്നമാണ്. അതുപോലെ റിലേറ്റീവ് ഗ്രേഡിംഗ് അല്ല, അബ്സല്യൂട്ട് ഗ്രേഡിംഗ് ആണ്. ഓക്കെ. അപ്പം നമ്മൾ പഠിച്ചാലേ നമുക്ക് പാസ്സാകാൻ പറ്റുള്ളൂ. നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് പാസ്സാൻ പറ്റുള്ളൂ. പിന്നെന്താ, പിന്നെ ഈ കോഴ്സ് നമുക്ക് ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. പക്ഷെ അതിൽ എനിക്ക് തോന്നുന്നു ഇപ്പം ഞാൻ മെറ്റീരിയൽ സയൻസ് ആണ്, അപ്പോൾ 4 കോഴ്സ് മെറ്റീരിയൽ സയൻസിന് കംപ്ലീറ്റ് ചെയ്യണം. ബാക്കി 4 കോഴ്സ് എനിക്ക് എവിടെ നിന്ന് വേണമെങ്കിൽ എടുക്കാം. പിന്നെ അതിൽ ഒരു റിസർച്ച് മെത്തേഡ് എന്ന് പറഞ്ഞ ഒരു കോഴ്സും കൂടി ഉണ്ടാവണം, അതാണ് ക്രൈറ്റീരിയ. അതുപോലെ മാത്ത് ഇന്റൻസീവ് കോഴ്സ്, അതായത് 2 കോഴ്സെങ്കിലും മാത്ത് ഇന്റൻസീവ് ആയിട്ടുള്ള കോഴ്സ് നമ്മൾ സെലക്ട് ചെയ്യണം എന്ന് കൂടിയുണ്ട്. അതായത് മാത്ത് കൂടുതലുള്ള കോഴ്സ് അങ്ങനെയാണുള്ളത്. ഇപ്പോൾ പൊതുവെ ഇവിടെ വന്നിട്ട് ആദ്യത്തെ സെമസ്റ്ററിൽ 3 കോഴ്സ് ചൂസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സെമസ്റ്റർ മുതലാണ് നമുക്ക് പ്രൊജക്ട് കിട്ടുക. അതായത് ഇവിടെ വരും, ഇവിടെ വന്നിട്ട് ഏതൊക്കെ പ്രൊജക്റ്റ് ആണ് അവൈലബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ലിസ്റ്റ് ഇടും. അപ്പം നമ്മളത് ഓപ്ഷൻ കൊടുക്കാം, നമുക്ക് ഏത് പ്രോജക്റ്റ് ആണ് ചൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ. അങ്ങനെ നമ്മൾ പ്രോജക്റ്റിലേക്ക് കയറുകയാണ് ചെയ്യുന്നത്. അതെ. അപ്പൊ ഏകദേശം നമുക്ക് തരുന്ന കാശിന് അവര് പണിയെടുപ്പിക്കുന്നുണ്ടല്ലേ, അല്ലല്ല, പഠിപ്പിക്കുന്നുണ്ടല്ലേ? അങ്ങനെ പറയാൻ പറ്റില്ല. സോ അതായത് നമ്മളിപ്പോ കോഴ്സ് പ്രോജക്റ്റിലേക്ക് കയറിയിട്ട് നമ്മൾ ആ പ്രോജക്റ്റിൽ വർക്ക് ചെയ്യാം. പ്രോജക്റ്റിൽ വർക്ക് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു എന്റെ പഴയ സ്കോളർഷിപ്പ് ആയതുകൊണ്ട് എനിക്ക് പേപ്പറിന്റെ ക്രൈറ്റീരിയ ഇല്ല. എനിക്ക് 0 പേപ്പർ ആണെങ്കിൽ പോലും എനിക്ക് PhD ഡിഫെൻഡ് ചെയ്യാൻ പറ്റും. സോ പക്ഷെ ഇപ്പോ അവർ പറയുന്നു ഒരു Q1 പേപ്പർ വേണമെന്നാണ് അവർ പറയുന്നത്. ഒരു Q1 പേപ്പർ അത്രയും പണിയൊന്നല്ല. സോ അത് ഓക്കെ, ഉണ്ടായിക്കോളും, കുഴപ്പമില്ല. നിനക്കിപ്പോ 2 പേപ്പർ ആയതുകൊണ്ട് പിന്നെ ഒന്നും ചിന്തിക്കണ്ടല്ലേ നീ. 2ആണോ ഉള്ളത്? 2ന്റെ മുകളിൽ വന്നിട്ടുണ്ടോ? എനിക്ക് ഒരു പോകാറുണ്ട് 3 Q1 റിസർച്ച് ആർട്ടിക്കിൾ, 2 Q1 റിവ്യൂ ആർട്ടിക്കിൾ. നൈസ്. ഈ റിവ്യൂ ആർട്ടിക്കിളും ഒരു ക്രൈറ്റീരിയ ആവുന്നല്ലേ കോഴ്സുകൾ ചെയ്യുന്ന സമയത്ത്? അത് കോഴ്സിന് ചിലപ്പോൾ അവർ പറയും. അത് കോഴ്സിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് 50% ആണ് എക്സാമിനുള്ളത്, ബാക്കി 20% അസൈൻമെന്റ്, 30% എന്താ പറയുക പ്രൊജക്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പോകും. അപ്പോൾ അതിൽ ഡിപ്പെൻഡ് ചെയ്യും. അത് ചില പ്രോസസ്സ് റിവ്യൂ പേപ്പർ എഴുതാൻ പറയും, അത് ഗ്രൂപ്പായിട്ട് ഇരുന്നിട്ട് എഴുതാൻ പറയും, അങ്ങനെയൊക്കെ ആയിട്ട് പോകും. അത് നമുക്ക് വേണമെങ്കിൽ പബ്ലിഷ് ചെയ്യാം, അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യാതിരിക്കാം. അത് നമ്മുടെ ഓപ്ഷനാണ്. സോ അങ്ങനെയുള്ളത്. പിന്നെ കോഴ്സിൽ വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ആദ്യത്തെ വർഷം ഉണ്ട്. അതായത് ഇപ്പോൾ ആഫ്റ്റർ ഫസ്റ്റ് ഇയർ, രണ്ടാമത്തെ സെമസ്റ്ററിന്റെ അവസാനം ഒരു ക്വാളിഫയിങ് എക്സാം ഉണ്ട്. അതിന് നമ്മൾ 3 സബ്ജക്ട് പഠിച്ചിട്ട് എഴുതണം. 3 ഒരുമിച്ചിട്ട് എഴുതണം? 3 അതായത് ഒരാഴ്ച 3 സബ്ജക്ട് എഴുതാം. 3 സബ്ജക്ട് എഴുതാം. അതിന് 73% മാർക്ക് വേണം, എന്നാൽ മാത്രമേ അല്ലെങ്കിൽ അവർ ബൈ പറഞ്ഞിട്ട് വിടും. ഓ, ഞാനവിടെ വരാഞ്ഞ നന്നായി. അല്ല, ചിലപ്പോ അവർ പ്രൊബേഷനിലിടും, അത് ഡിപ്പെൻഡ് ചെയ്യും. പ്രൊബേഷനിലിടും, അത് അങ്ങനെയുള്ളത്. അതുപോലെ 4ാമത്തെ സെമസ്റ്റർ കഴിയുമ്പോൾ ഒരു റിസർച്ച് പ്രൊപ്പോസൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താണോ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ 5ാമത്തെ 6ാമത്തെ 7ാമത്തെ 8ാമത്തെ സെമസ്റ്ററിൽ നമ്മളൊരു റിപ്പോർട്ട് കൊടുക്കുക.
നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത്. അതിൽ 6ാമത്തെ സെമസ്റ്ററിൽ എനിക്ക് തോന്നുന്നു ഒരു പ്രോഗ്രസ് പ്രസന്റേഷൻ ഉണ്ട്, അതായത് നമ്മൾ റിസർച്ച് എവിടം വരെ എത്തി എന്ന് പറഞ്ഞിട്ട്. പിന്നെ ലാസ്റ്റ് 8ാമത്തെ സെമസ്റ്ററിൽ ഡിഫൻസ്. ടോട്ടൽ 4 ഇയർ അല്ലായിരുന്നു? 4 ഇയർ ആണ് വരുന്നത്, മൊത്തം 4 ഓക്കെ. വർഷം. എനിക്ക് ഏകദേശം അങ്ങനെ തന്നെ 3.5 ടു. എനിക്ക് 4 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യാം, ഒരു 6 മാസം എക്സ്റ്റെൻഡ് ചെയ്യാന്ന് മാത്രം മാക്സിമം. അതുപോലെ നമ്മുടെ ഡിഫൻസിന് മെയിനായിട്ട് നമ്മുടെ പാനലിൽ ഉണ്ടാവുന്നത് 4 ആൾക്കാരാണ്. നമ്മുടെ മെയിൻ അഡ്വൈസർ, കോ അഡ്വൈസർ, പിന്നെ 2 RSC കമ്മിറ്റി മെമ്പേഴ്സ്. 2 പേര് പുറത്തുനിന്ന്. ഓക്കെ. രണ്ടുപേര് അതായത് യൂണിവേഴ്സിറ്റി കാലത്ത്. അതെ, യൂണിവേഴ്സിറ്റി തന്നെ. പുറത്തുനിന്ന് ഉദ്ദേശിച്ചത് നമ്മളെ ഈ സൂപ്പർവൈസേഴ്സ് അല്ലാത്ത 2 പേര്. അല്ലാതെ 2 പേര്. ഓക്കെ. പക്ഷെ ഫൈനൽ എക്സാമിന് പുറത്തുനിന്ന്, അതായത് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ പുറത്തുനിന്ന് ഒരാളും കൂടി വരും. ഓ, എക്സ്റ്റേണൽ ഓക്കെ. എക്സാം അപ്പൊ നമ്മൾ ഡിഫെൻഡ് ചെയ്യണം, ഡിഫെൻഡ് ഡിഫെൻഡ് ചെയ്യണം. ചെയ്യുന്ന പരിപാടി ഉണ്ട്. Yes. ഓക്കെ. ഞങ്ങൾക്ക് ഡിഫെൻഡ് പിന്നെ ചെയ്യണം. അതായത് അങ്ങനെ നമ്മൾ ആദ്യം ഇല്ല. എൻ്റെ ഇപ്പോൾ അടുത്ത മെയിലാണ് എൻ്റെ കോഴ്സ് കഴിയുക. അപ്പോൾ ഞാൻ ഓക്കെ. ഏകദേശം ഒരു ഫെബ്രുവരി ആകുമ്പോൾ എൻ്റെ ജസ്റ്റിസ് കംപ്ലീറ്റ് ചെയ്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കണം. അത് അവരുടെ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണം. എന്നിട്ട് അറൗണ്ട് ഏപ്രിലൊക്കെ ആകുമ്പോൾ ഞാനൊരു പ്രസന്റേഷൻ നടത്തണം. ഓക്കെ. അപ്പോൾ ഒരു 40 മിനിറ്റ്സ് പ്രസന്റേഷൻ, ഒരു 40 സ്ലൈഡൊക്കെ വെച്ചിട്ട്, എന്നിട്ട് അതിന് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. എന്നിട്ട് അവർ ഡിസൈഡ് ചെയ്യും PhD തരണോ വേണ്ടോ. അപ്പൊ സോ നീ അന്ന് ഏകദേശം ഏപ്രിൽ സമയത്ത് നീ ഡോക്ടർ ആവല്ലേ, ഡോക്ടർ ദിലീപ്? എന്റെയും ഫൈനൽ റിവ്യൂ ഏകദേശം ഏപ്രിൽ സമയത്തായിരുന്നു ഫൈനൽ റിവ്യൂ. പക്ഷെ ആ സമയത്ത് ഞാൻ ഡോക്ടർ ആവില്ല, ഞാൻ തീസി സബ്മിറ്റ് ചെയ്യണം. അത് ഏകദേശം നവംബർ ആവും. നവംബർ. അതെ. നമ്മളിപ്പോ ഒരു ഞാൻ കോഴ്സ് കഴിയുമ്പോഴേക്കും നമ്മൾ എന്തായാലും നമുക്ക് PhD കിട്ടും. അതെ. അപ്പൊ ഇതിന്റെ ഇടയിൽ ബ്രേക്ക് എടുക്കാൻ പറ്റുമോ വേണമെങ്കിൽ? ബ്രേക്ക് നമുക്ക് 2 സെമസ്റ്റർ വരെ ബ്രേക്ക് എടുക്കാൻ പറ്റും. ഓക്കെ. ഒരു 1 ഇയർ വേണമെങ്കിൽ ബ്രേക്ക് എടുക്കാം അതിന്റെ ഇടയിൽ വേണമെങ്കിൽ അല്ലേ? 1 ഇയർ വരെ ബ്രേക്ക് എടുക്കാൻ പറ്റും. ബ്രേക്ക് എടുക്കുമ്പോൾ സ്റ്റേറ്റ്മെന്റ് കിട്ടില്ല. ഓക്കെ. അത് ശരിയാ. പിന്നെ ഇവിടുത്തെ വർക്കിംഗ് അവേഴ്സ് ഒക്കെ ഫ്ലെക്സിബിൾ ആണ്, ഇതുവരെ ഫ്ലെക്സിബിൾ ആണ്. അതായത് നമുക്ക് രാവിലെ പോവാം, നമുക്ക് രാവിലെ വർക്ക് ചെയ്യാം, ഇടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് ബോറടിക്കുമ്പോൾ വേണമെങ്കിൽ ഒന്ന് പുറത്തേക്കൊക്കെ കറങ്ങിയിട്ടൊക്കെ വരാം. അതെ. സോ അങ്ങനെയൊക്കെ. അതായത് എങ്ങനെ ഈ ടീച്ചിങ് നമ്മൾ അതിന്റെ കൂടെ ചെയ്യണമെന്നുണ്ടോ, അതോ നമുക്ക് എക്സ്ട്രാ എങ്ങനെയാ? ഇല്ല, ടീച്ചിങ് ഇതിന്റെ കൂടെ വരികയാണ്. ഇതിന്റെ കൂടെ തന്നെ വരും. ഇതിന്റെ കൂടെ ഒരു സെമസ്റ്ററിൽ ഒരു കോഴ്സ് എടുക്കണം. ഒരു കോഴ്സ് എടുക്കണം എന്ന് പറയുമ്പോ എങ്ങനെയാ? ഒന്നെങ്കിൽ കോഴ്സിന് ഒരു ടി ആയിട്ട് ആക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഓക്കെ. ഒരു ലാബ് എടുക്കുക, ലാബ് സെഷൻ ഓക്കെ. എടുക്കുക. നമ്മുടെ NIT-ലൊക്കെ ഉള്ള പോലെ തന്നെയാണ്. അല്ലാതെ ഓക്കെ. ശരിയാ. ഞങ്ങൾക്കിവിടെ ഇതില്ല. അത് ഞങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. ഞങ്ങൾക്ക് അതിന് വേറെ ഈ സാലറി എന്നുള്ള രീതിയിൽ. ഞങ്ങൾക്ക് നിങ്ങൾ അത്ര കിട്ടത്തില്ലല്ലോ. പണിയുള്ള ഒരു പണിയൊന്നുമില്ല. അതെ. നീ ഏതാ ഡിപ്പാർട്ട്മെന്റ് ഏതാ വരുന്നത്? മെറ്റീരിയൽ സയൻസ് ആണോ? മെക്കാനിക്കൽ ആൻഡ് ന്യൂക്ലിയർ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ. അതിന്റെ അണ്ടറിലാണ് വരുന്നത്. ന്യൂക്ലിയർ എഞ്ചിനീയറിംഗ് ഉണ്ട്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, മെറ്റീരിയൽ സയൻസ് ഉണ്ട്, റോബോട്ടിക്സും കൂടി ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോ അത്രയും ഡിപ്പാർട്ട്മെന്റ്സ് ആണ് വരുന്നത്. നമുക്ക് റിസർച്ച് ഫീൽഡ് അല്ലെങ്കിൽ നമുക്ക് പ്രൊജക്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുമോ? അതാ പറഞ്ഞില്ലേ, ആദ്യത്തെ സെമസ്റ്റർ കഴിഞ്ഞിട്ട് ഒരു ലിസ്റ്റ് വരും, അതിൽ നിന്ന് ഒരു പ്രോജക്റ്റ് നമുക്ക് ചൂസ് ചെയ്യാം. എന്നിട്ട് അതല്ല നമുക്ക് സ്വന്തമായിട്ട് ഒരു പ്രോജക്റ്റ് ചെയ്യണം എന്നാണെങ്കിൽ നമ്മൾ പ്രോജക്റ്റിന്റെ പ്രൊപ്പോസൽ എഴുതിയിട്ട് നമ്മളൊരു പ്രൊഫസറെ കാണും, എന്നിട്ട് ആ പ്രൊഫസർ അതിൽ ഇൻക്ലൂഡ് ചെയ്യും. അത് നമുക്ക് ചൂസ് ചെയ്യാം. തിരക്കില്ലല്ലേ? കൊള്ളാം. തിരക്കില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ എല്ലാം അടിപൊളിയായിട്ട് പോകുന്നുണ്ടല്ലോ അല്ലേ? എല്ലാം അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എന്താ പറയാ, റിസർച്ചിന് ഒരുപാട് ഫണ്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നമുക്ക് പേപ്പറൊക്കെ ഓപ്പൺ ആക്സസിലൊക്കെ പബ്ലിഷ് ചെയ്യാൻ പറ്റും. ശരിയാണ്. അലിഫ യൂണിവേഴ്സിറ്റി എന്റെ സൂപ്പർവൈസർ വരെ അവിടുന്ന് കൊളാബറേഷൻ നോക്കുന്നുണ്ട്. നല്ല ഫണ്ടിങ് ആണ്. എന്റെ ഏരിയയിലൊക്കെ കൂടുതൽ റിസർച്ച് ഒക്കെ നടക്കുന്നുണ്ട്, മെംബ്രെയിൻ ഡിസാലിനേഷൻ ഒക്കെ. കാരണം ഡിസാലിനേഷൻ പ്ലാന്റുകളൊക്കെ ഒരുപാടെല്ലാം കൊണ്ട്. അതെ, ഗ്രാഫീൻ ഓക്സൈഡൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പോസ്റ്റ് ഡോക്ക് ചെയ്യാൻ വരാം. എനിക്ക് തോന്നുന്നു ഇവിടെ ഇവരെ ഇപ്പോ വേറെ പോസ്റ്റ് ഡോക്കിന് എടുക്കുന്ന കുറച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആണോ? അതായത് ഇപ്പോ ഒരു പോസ്റ്റ് ഡോക്ടർ അപ്ലൈ ആണ്. അപ്പൊ ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ഒരാളുണ്ട്, പുറത്തെ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ഒരാളുണ്ട്. അപ്പൊ അവര് ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ആൾക്കാരൊക്കെയാണ് പ്രിഫറൻസ് കൊടുക്കുക. ഓക്കെ, ശരി. അത് പൊതുവെ അങ്ങനെ തന്നെയാണ്. എങ്ങനെ ഇത് പോസ്റ്റ് ഡോക്ക് പൊസിഷൻ ഒക്കെ പ്രോസസ് ആണോ തീരുമാനിക്കുന്നത്, അതോ ഡിപ്പാർട്ട്മെന്റ് ആണോ? അല്ല, പോസ്റ്റ് ഡോക്ക് ഒക്കെ പ്രോസസ് തീരുമാനിക്കും. ഓക്കെ. അത് പിന്നെ കൂടുതലും അവിടെ പഠിച്ച സ്റ്റുഡൻസ് PhD സ്റ്റുഡൻസിനെ ആണല്ലോ അവർ കൂടുതലും പ്രിഫർ ചെയ്യുക.
അല്ല അല്ല അത്രയും പുറത്തുനിന്ന് കാലിബർ ആൾക്കാർ വേണം വരുന്നുണ്ട്. പുറത്തുനിന്ന്. അത്രയും കാലിബറുള്ള ആൾക്കാരെ എടുക്കുള്ളൂ. അതെ, അത് അല്ല PhD മാത്രമാണ് PhD മാസ്റ്റേഴ്സ് ഇപ്പോൾ 1 ഇയർ ആണ്. ആ മാസ്റ്റേഴ്സും PhD മാത്രമാണ് നമ്മൾ ഓൺലൈൻ പോർട്ടൽ വഴി അപ്ലൈ ചെയ്യുന്നത്. അതെ. മാസ്റ്റേഴ്സ് അഡ്മിഷൻ എനിക്ക് തോന്നുന്നു ഫാളിൽ മാത്രമേ ഉള്ളൂ, സ്പ്രിംഗിൽ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോ ഉം. ഓ മാസ്റ്റേഴ്സിന് സ്റ്റൈപ്പൻഡ് കിട്ടുന്നുണ്ടല്ലേ? മാസ്റ്റേഴ്സിന് മുമ്പ് സ്റ്റൈപ്പൻഡ് ഉണ്ടായിരുന്നു, പക്ഷെ അവരിപ്പോൾ സ്റ്റൈപ്പൻഡ് ഒഴിവാക്കി. ഓ എന്നിട്ട് 1 ഇയർ ഓക്കെ. എന്നിട്ട് 1 ഇയർ മാസ്റ്റേഴ്സ് ആക്കി. 1 ഇയർ മാസ്റ്റേഴ്സ് PhDയുടെ സ്റ്റൈപ്പൻഡ് ഒരു ഇൻക്രീസ് ചെയ്തിട്ടാകുമ്പോൾ മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി, പിന്നെ 1 ഇയർ മാസ്റ്റേഴ്സ് ഉള്ളു. ഓക്കെ, അപ്പൊ 1 ഇയർ മാസ്റ്റേഴ്സ് മാസ്റ്റേഴ്സ്. അപ്പൊ ആ 1 ഇയർ കഴിഞ്ഞിട്ട് നമുക്ക് ഡയറക്റ്റ് അവിടുന്ന് PhD ചാടാൻ പറ്റുമോ? ഡയറക്റ്റ് PhD എന്ന് പറയുന്ന ഓപ്ഷൻ ഇപ്പോൾ ഇല്ല, പക്ഷേ PhD അപ്ലൈ ചെയ്യാം. ഓക്കെ, PhD അപ്ലൈ ചെയ്യാം. ഉം. PhD ഒരു പേപ്പറൊക്കെ ആണെങ്കിൽ PhD കിട്ടും, ഓ അത്യാവശ്യം CGPA. ശരിയാ, അതേ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് QS റാങ്കിങ് നോക്കേണ്ട കാര്യം വരുന്നില്ല. ഇല്ല ഇപ്പൊ ഇല്ല എല്ലാം ഓക്കെ ആണല്ലോ. ശരിയാ. ഇല്ല, ഓക്കെ. ആ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ഏകദേശം എല്ലാം നമ്മള് പറഞ്ഞിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഉം. ഇപ്പൊ ആ എന്തായാലും അപ്പൊ അടുത്ത ഏപ്രിലെ ഡോക്ടർ ദിലീപ് ആവും. എല്ലാം നോക്കാം. മായ. ഓ Yeah, ഓ നോക്കാം. ഈസ് ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ ബെസ്റ്റ്. അപ്പൊ ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ് യുവർ ജേണി വിത്ത് us. ഓക്കെ.